മലയാള സിനിമയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നതെല്ലാം 100 കോടി, 150 കോടി, 200 കോടി ക്ലബ്ബുകളെക്കുറിച്ചാണ്. എന്നാൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഒരു സിനിമയുടെ യഥാർത്ഥ വിജയം അതിൻ്റെ കളക്ഷൻ തുകയിലാണോ? അല്ല. കാരണം പണ്ട് ടിക്കറ്റിന് വെറും 2 രൂപയും 5 രൂപയും ഉണ്ടായിരുന്ന കാലത്ത് തിയേറ്ററിലുണ്ടായ ജനത്തിരക്ക് ഇന്നത്തെ പല 100 കോടി പടങ്ങൾക്കും സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അപ്പോൾ കളക്ഷൻ തുകയല്ല, മറിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ മലയാള സിനിമകൾ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കയറി കണ്ട ടോപ്പ് സിനിമകൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. 2000 തൊട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം പുതിയ കാലത്തെ സിനിമകൾ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. തിയേറ്ററുകളിലെ എണ്ണവും ടിക്കറ്റ് നിരക്കും കൂടിയ ഈ കാലത്ത് റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന നടത്തിയ ചിത്രങ്ങൾ ആണ് ലൂസിഫറും മഞ്ഞുമൽ ബോയ്സും ഒക്കെ. ഇതിൽ മോഹൻലാലിൻ്റെ ലൂസിഫർ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 45 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. എന്നാൽ 2024 വന്ന് ഇൻഡസ്ട്രി ഹിറ്റായി മഞ്ഞുമൽ ബോയ്സ് വേൾഡ് വൈഡായി വലിയ കളക്ഷൻ നേടിയെങ്കിലും കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 45 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ മാത്രമാണ് നേടിയത്. കാരണം ഈ സിനിമയുടെ പകുതിയിലധികം ടിക്കറ്റുകൾ വിറ്റുപോയത് തമിഴ്നാട്ടിലായിരുന്നു. പുലിമുരുകൻ സൃഷ്ടിച്ച വിപ്ലവം. തൊട്ടടുത്ത സ്ഥാനത്ത് വരുന്നത് മലയാളത്തിൽ ആദ്യം 100 കോടി ക്ലബിൽ തുറന്ന മോഹൻലാലിൻ്റെ പുലിമുരുകനാണ്. 2016 റിലീസ് ചെയ്ത ഈ ആക്ഷൻ വണ്ടർ കണ്ണൻ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തിയേറ്ററുകളിലേക്ക് ഇരിച്ചു കയറി. കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് മാത്രം ഏകദേശം 55 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് പുലിമുരുകൻ ഒരൊറ്റ റണ്ണ് കൊണ്ട് വിറ്റഴിച്ചത്. പുതിയ കാലത്തെ ഒന്നാമൻ എന്ന് പറയുന്നത് 2018 പുതിയ കാലത്ത് മോഡേൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, 2018 എവരിവൺ ഈസ് എ ഹീറോ. 2023 റിലീസ് ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ ഒരു ജനസാഗരം തന്നെയാണ് സൃഷ്ടിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി അർദ്ധരാത്രി 1 മണിക്കും പുലർച്ചെ 3 മണിക്കുമൊക്കെ തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായി ഷോ നടത്തി. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 65 ലക്ഷത്തിലധികം ആളുകൾ ഈ സിനിമ ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഈ സിനിമകൾ വിറ്റഴിച്ച ടിക്കറ്റുകളുടെ എണ്ണം കേട്ട് നിങ്ങൾ ഞെട്ടും. 1997 പുറത്തിറങ്ങിയ അനീതിപ്രാവ്. അന്നത്തെ കാലത്ത് യൂത്തിനെയും ഫാമിലിയും തിയേറ്ററുകളിൽ തളച്ചിട്ട ഈ പ്രണയകഥ ഏകദേശം 55 മുതൽ 60 ലക്ഷം വരെ ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 1991 ഇറങ്ങിയ ഗോഡ് ഫാദർ. തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ മാത്രം തുടർച്ചയായി 400 ദിവസത്തിലധികം ഓടിയ ഈ കോമഡി എൻ്റർടൈനർ കണ്ടത് ഏകദേശം 60 ലക്ഷത്തിലധികം ആളുകളാണ്. 1993 ഇറങ്ങിയ മൺചിത്രത്താഴ് റിലീസ് ചെയ്തപ്പോഴും പിന്നീട് ഡിജിറ്റൽ റിലീസ് ചെയ്തപ്പോഴും തിയേറ്ററുകളിൽ നിറച്ച മൺചിത്രത്താഴ് കേരളത്തിൽ നിന്ന് മാത്രം 70 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിച്ച് പോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ അപ്പോൾ മലയാള സിനിമ ചരിത്രത്തിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഇന്നും തകർക്കാൻ പറ്റാത്ത ഒന്നാം സ്ഥാനം നിൽക്കുന്ന ഒരു സിനിമ അത് ഏതാണെന്നറിയാമോ? അത് മറ്റാരുമല്ല, പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ 1988 പുറത്തിറങ്ങിയ ചിത്രമാണ്. തിരുവനന്തപുരം സെൻട്രൽ തിയേറ്ററിൽ മാത്രം തുടർച്ചയായി 366 ദിവസം എല്ലാ ഷോസും ഹൗസ്ഫുള്ളായി ഓടിയ ചരിത്രമാണ് ഈ സിനിമയ്ക്കുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 80 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഈ ചിത്രം വിറ്റഴിച്ചത്. ഇന്നത്തെ കേരളത്തിലെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഇതൊരു അവിശ്വസനീയമായ റെക്കോർഡ് തന്നെയാണ്. കളക്ഷൻ കോടികളെ മറിയിക്കാം, പക്ഷേ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ തിയേറ്ററുകളിൽ നിറച്ച ഈ പഴയ സിനിമകൾ തന്നെയാണ് ടിക്കറ്റ് വിൽപ്പനയിൽ യഥാർത്ഥ രാജാക്കന്മാർ. നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏത് സിനിമയാണ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത്? താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അവിടുത്തെ വീഡിയോയുമായി കാണാം. ബൈ.